ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്ക്രാച്ചിൽ നിന്നിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അത് ഒരു ടീഷർട്ടാണ്. അപ്പോൾ അത് അത്യാവശ്യം പഴക്കമുള്ളതാണ്, പക്ഷെ തുണിക്കും കളറിനും ഒരു പഴക്കമില്ല, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് പുതിയൊരു മോഡൽ ടോപ്പായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എങ്ങനെയാണ് മാറ്റുന്നതെന്നുള്ളത് നിങ്ങളും കണ്ടുപിടിക്കുക. ഇതുപോലത്തെ ടീഷർട്ട്സൊക്കെ നല്ല തുണികളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയാതെ നല്ല രീതിയിൽ അതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ആ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കോളറിൻ്റെ ഭാഗം മാത്രം റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫുൾ ലെങ്ത്ത് തന്നെ ഞാൻ ഏകദേശം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും മോഡൽ ക്രോപ്പ് ടോപ്പാണ്, കുറച്ച് ഇറക്കം കുറവുള്ളതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം കട്ട് ചെയ്തെങ്കിലും വീണ്ടും അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ മാർക്കിങ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് നല്ല സ്ട്രെച്ചബിളായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ കുറച്ച് ഷേപ്പിൽ തന്നെ അടിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് തുണി സ്ട്രെച്ചബിളായിട്ട് വന്നോളും. അപ്പോൾ നമ്മൾ ഭംഗിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ടീഷർട്ട് ഓൾറെഡി സ്റ്റിച്ചഡ് ആയതുകൊണ്ട് സൈഡും അതുപോലെ തന്നെ സ്ലിറ്റും താഴെയും ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ നമ്മുടെ പുതിയ മോഡൽ ടോപ്പ് നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ അത് നമ്മുടെ സ്ലീവാണ് നെക്സ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ലെങ്ത്താക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നമ്മുടെ ആം ഹോൾ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. എന്താണ്, നമ്മുടെ ബനിയൻ മെറ്റീരിയൽ സ്ട്രെച്ചബിളാണ്. അപ്പോൾ നമ്മുടെ ഷേപ്പിനനുസരിച്ച് അങ്ങനെ സ്ട്രെച്ചായി വരും. അപ്പോൾ അത്രയും ആം ഹോളിൻ്റെ പെർഫെക്ഷൻ വേണമെന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവിനെ ഒന്നും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഷോൾഡർ ഭാഗത്തൊരു കർവ് ഷേപ്പിൽ വരുന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതെൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല നല്ല ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് നമ്മളുടെ കട്ടിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് 3ആയിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നെക്കാണെങ്കിലും അതുപോലെ തന്നെ ആ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്ത ഭാഗവും 3ആയിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി സൈഡിൽ അടിച്ചതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ളതായൊരു ടോപ്പ്, ക്രോപ്പ് ടോപ്പ് മോഡലിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവൊക്കെ ആയിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്തതായ ന്യൂ മോഡൽ ക്രോപ്പ് ടോപ്പ് അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.
അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഒന്നും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പിൻസ് നിങ്ങൾക്ക് കിട്ടും. ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന പിൻസാണ്. ആ ഒരു ഡെക്കറേറ്റീവ് പിന്നും കൂടി വെച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ നല്ല നല്ല തുണികളുണ്ടെങ്കിൽ അതൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അടിപൊളിയായിട്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കാം. ഒരു ജസ്റ്റ് 10 മിനിറ്റ്സിൻ്റെ സമയമേ വേണ്ടൂ. പുതിയത് തയ്ക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒത്തിരി സമയമെടുക്കും. പക്ഷേ വളരെ സിമ്പിളായിട്ട് പഴയതിനെ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ടൈം മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ ഐഡിയാസും അഭിപ്രായങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് തരണേ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീക്കിൽ ഇതിനേക്കാൾ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.